ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ നീറ്റ് അല്ലെങ്കിൽ ജെഇ എക്സാമിന് ആവശ്യമുള്ള ഓർഗാനിക്കിലെ എല്ലാ ഓക്സിഡൈസിങ് ഏജന്റുകളും അതുപോലെ ഓക്സിഡേഷൻ റിയാക്ഷൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലെ റിഡക്ഷൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമ്മൾ ഓർഗാനിക്കിലുള്ള എല്ലാ ഓക്സിഡേഷനും റിഡക്ഷൻസ് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓർഗാനിക്കിൽ ഒരു ഓക്സിഡേഷൻ സീരീസ് ഉണ്ട്. നോക്കിയാൽ ആ ഓക്സിഡേഷൻ സീരീസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഓർഗാനിക്കിലെ ഏറ്റവും ചെറിയ ആളെന്ന് പറയുന്നത് ആൽക്കൈനാണ്. ആൽക്കൈനിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ആൽക്കഹോളാണ് കിട്ടുക. ആൽക്കഹോൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണാണ് കിട്ടുക. ആൽഡിഹൈഡ് കീറ്റോൺ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. ഇതാണ് ഓർഗാനിക്കിലെ ഓക്സിഡേഷൻ സീരീസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങോട്ടുള്ളത് ഓക്സിഡേഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും, റിഡക്ഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ റിഡക്ഷൻ. അപ്പോൾ അങ്ങോട്ടുള്ളത് ഓക്സിഡേഷനും നേരെ തിരിച്ച് ഇങ്ങോട്ടുള്ളത് റിഡക്ഷനാണ്. കാർബോക്സിലിക് ആസിഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് കീറ്റോണാണ് കിട്ടുക. വീണ്ടും റെഡ്യൂസ് ചെയ്താൽ ആൽക്കഹോൾ, വീണ്ടും റെഡ്യൂസ് ചെയ്താൽ ആൽക്കൈന്. ഇങ്ങനെയാണ് ഓർഗാനിക്കിലെ ഓക്സിഡേഷൻ റിഡക്ഷൻ സീരീസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്സിഡേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടുള്ളത് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഓരോ കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻസ് നമുക്ക് പഠിക്കാം, ഓരോ കോമ്പൗണ്ടുകളായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ ആൽക്കൈനിൻ്റെ ഓക്സിഡേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ കാർബൺസിലുണ്ട് NCERT ആൽക്കൈൻ്റെ ഓക്സിഡേഷൻ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ആൽക്കൈനിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ചെയ്താൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആയിട്ട് മാറാം. എന്നാൽ ആൽക്കൈനിനെ ഒന്നുകൂടി പവർഫുൾ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് വരെ എത്തും. ഒന്നുകൂടി പവർഫുൾ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ആൽക്കഹോൾ കിട്ടുമോ, ആൽഡിഹൈഡ് കിട്ടുമോ, കാർബോക്സിലിക് ആസിഡ് വരെ എത്തുമോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇതിൽ ആൽക്കൈനിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഓക്സിഡൈസിങ് ഏജന്റുകളാണ് യൂസ് ചെയ്യുക. അത് ഒന്നെങ്കിൽ കോപ്പർ യൂസ് ചെയ്യുക. 3 ഓക്സിഡൈസിങ് ഏജന്റാണ് NCERT പറയുന്നത് ആൽക്കൈനിനെ ഓക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ കോപ്പറിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്താം, അല്ലെങ്കിൽ മൊളിബ്ഡിനം ഓക്സൈഡ് MO2O3 പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്താം. MO2O3 മൊളിബ്ഡിനം ഓക്സൈഡ്, അല്ലെങ്കിൽ മാംഗനീസ് അസറ്റേറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൽക്കൈനിനെ എന്ത് ചെയ്യുക, ഓക്സിഡൈസ് ചെയ്യുക. ഓക്കെ, ഇതിൽ കോപ്പറിന്റെ പ്രസൻസിലാണ് നിങ്ങൾ ഓക്സിഡേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആൽക്കൈൻ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽക്കൈൻ ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആവും. അവിടെ നിൽക്കും, ഓക്സിഡേഷൻ, ഫർദർ ഓക്സിഡേഷൻ ഒന്നും നടക്കില്ല. ഇനി നിങ്ങൾ ആൽക്കൈനിന് ഓക്സിഡേഷൻ നടത്തുന്നത് മൊളിബ്ഡിനം ഓക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് വരെ എത്തും. മൊളിബ്ഡിനം ഓക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ് വരെ എത്തും. ഇനി നമ്മൾ ആൽക്കൈനിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് മാംഗനീസ് അസറ്റേറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. അപ്പൊ ഇതാണ് നമ്മൾ ആൽക്കൈനിന്റെ ഓക്സിഡേഷൻ നമ്മൾ പഠിക്കേണ്ടത്. ഇതറിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ചെയ്താൽ വളരെ സിമ്പിളാണ്. ഞാൻ എക്സാമ്പിൾസ് ചെയ്യാൻ കാണിക്കാം. അപ്പോൾ കോപ്പർ ആണെങ്കിൽ ആൽക്കഹോൾ ആണ് കിട്ടുക, മൊളിബ്ഡിനം ഓക്സൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുക. മാംഗനീസ് അസറ്റേറ്റ് കൊടുത്താൽ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പോൾ നോക്കുക, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഇപ്പം നോക്കിയേ, ഞാൻ മീഥേനെ ഓക്സിഡൈസ് ചെയ്യാൻ പോവാണ്. ഒരു ആൽക്കൈൻ അല്ലേ, ആൽക്കൈൻ പരിപാടി ഓക്സിഡേഷൻ ആണ്, ഓക്സിജൻ കൊടുക്കൽ തന്നെയാണ്. കോപ്പറിന്റെ പ്രസൻസിലാണ് ഞാൻ ഓക്സിഡേഷൻ നടത്തുന്നത്. കോപ്പറിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽക്കഹോൾ അല്ലേ കിട്ടുക. ഏത് ആൽക്കഹോളാണ് കിട്ടുക? ഒരു കാർബൺ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ ഒരു കാർബൺ ആൽക്കഹോൾ അല്ലേ കിട്ടുക. അല്ലാതെ ഒരു കാർബൺ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ 10 കാർബൺ ആൽക്കഹോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ആൽക്കഹോളാണ് കിട്ടുകയെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഒരു കാർബൺ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ ഒരു കാർബൺ ആൽക്കഹോൾ കിട്ടും. ആരാ? ഒരു കാർബൺ ആൽക്കഹോൾ, മെത്തനോൾ. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. രണ്ടാമതൊരു എക്സാമ്പിൾ, ഞാൻ മീഥേൻ എടുത്തു. അഗെയിൻ ഞാൻ ഇയാളെ ഓക്സിഡേഷൻ നടത്താൻ പോവാ ബൈ യൂസിങ് മൊളിബ്ഡിനം ഓക്സൈഡ് ആണ്, MO2O3. മൊളിബ്ഡിനം ഓക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ മൊളിബ്ഡിനം ഓക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ് കിട്ടുക. ഒരു കാർബൺ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ ഒരു കാർബൺ ആൽഡിഹൈഡ് കിട്ടുക. ആരോ ഒരു കാർബൺ ആൽഡിഹൈഡ്, HCHO, ഫോർമാൽഡിഹൈഡ് ആണ് അല്ലേ, ഒരു കാർബൺ ആൽഡിഹൈഡ്. ഇനിയിപ്പോൾ ഈഥൈൻ എടുത്താൽ എത്തനാൽ കിട്ടും, പ്രൊപ്പൈൻ എടുത്താൽ പ്രൊപ്പനാൽ കിട്ടും. അപ്പോൾ ഒരു കാർബൺ ആൽക്കൈൻ ആയതുകൊണ്ട് ഒരു കാർബൺ ആൽഡിഹൈഡ് കിട്ടും, മെത്തനാൽ അഥവാ ഫോർമാൽഡിഹൈഡ്, HCHO. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഈഥൈൻ എടുത്തു. വേറൊരു എക്സാമ്പിൾ, ഞാൻ ഇയാളെ ഓക്സിഡൈസ് ചെയ്യാൻ പോവാണ് ബൈ യൂസിങ് മാംഗനീസ് അസറ്റേറ്റ് ആണ്. എടാ, മാംഗനീസ് അസറ്റേറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ് അല്ലേ കിട്ടുക. കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. അപ്പോൾ 2 കാർബൺ ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ 2 കാർബൺ കാർബോക്സിലിക് ആസിഡ് കിട്ടുക അല്ലേ. ആരാ 2 കാർബൺ കാർബോക്സിലിക് ആസിഡ്? ആരാ? എത്തനോയിക് ആസിഡാ. ഇനിയിപ്പോൾ പ്രൊപ്പൈൻ എടുത്താൽ പ്രൊപ്പൈനോയിക് ആസിഡാ കിട്ടുക, ബ്യൂട്ടൈൻ എടുത്താൽ ബ്യൂട്ടൈനോയിക് ആസിഡാ കിട്ടുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ആകെ പഠിക്കേണ്ടത് ഇതാണ്. കോപ്പർ ആണെങ്കിൽ ആൽക്കഹോൾ ആണ് കിട്ടുക, മൊളിബ്ഡിനം ഓക്സൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുക, മാംഗനീസ് അസറ്റേറ്റ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് കിട്ടുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതാണ് നമ്മൾ ആൽക്കൈൻ്റെ ഓക്സിഡേഷനിൽ
പഠിക്കേണ്ടത്. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ തരാറുണ്ട്. ഇപ്പോൾ ഈതൈനെ ഇപ്പം ഇങ്ങനെയൊക്കെ തരും. പ്രൊപ്പനോയിക് ആസിഡ് ആക്കാനുള്ള റിയേജന്റ്. അപ്പം നമുക്ക് മനസ്സിലാവണം പ്രൊപ്പൈനെ പ്രൊപ്പനോയിക് ആസിഡ് ആക്കുക എന്ന് പറയുമ്പോൾ ആൽക്കൈൻ ടു കാർബോക്സിലിക് ആസിഡാ. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും മാംഗനീസ് അസറ്റേറ്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതോടെ ആൽക്കൈൻ്റെ ഓക്സിഡേഷൻ കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് ആൽക്കോളിന്റെ ഓക്സിഡേഷൻ പഠിക്കാം, ആൽഡിഹൈഡ് കീറ്റോണിന്റെ ഓക്സിഡേഷൻ കൂടി പഠിക്കാം. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ പഠിക്കാൻ പോവാ. സീരീസ് പ്രകാരം നമുക്കറിയാം ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് കിട്ടുക. ഇതിൽ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽഡിഹൈഡ് കിട്ടുക. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് കീറ്റോൺ കിട്ടുക. ഇത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് ആൽഡിഹൈഡ് ആവുക, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കീറ്റോൺ ആണ് കിട്ടുക. അപ്പോൾ നോക്കി, ഞാനിപ്പോൾ ഒരു പ്രൈമറി ആൽക്കഹോൾ എടുക്കാം, RCH2OH. പ്രൈമറി ആൽക്കഹോൾ അല്ലേ, OH അറ്റാച്ച് ചെയ്ത കാർബൺ പ്രൈമറി ആണ്. അപ്പോൾ ഒരു പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാൻ പോവാണ്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടുക. എത്ര കാർബൺ ആണോ അത്ര കാർബൺ ആൽഡിഹൈഡ്, അതേ കാർബണിന്റെ എണ്ണം കൂടും കുറയൊന്നുമില്ല, അതേ നമ്പർ ഓഫ് കാർബൺ ആൽഡിഹൈഡ് ആയിട്ട് മാറും. ശരിക്കും ഈ ഓക്സിഡേഷനിൽ സംഭവിക്കുന്നത് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോവും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോവും, ഓക്സിമൊന്ന് ഒരു ഹൈഡ്രജൻ പോവും, ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ മൂന്ന് ഒരു ഹൈഡ്രജൻ പോവും. റിമൂവൽ ഓഫ് ഹൈഡ്രജനാ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും ഓക്സിഡേഷൻ തന്നെയല്ലേ. അങ്ങനെയാണ് പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആയിട്ട് മാറാം. സോ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് കിട്ടുക. ഇനി ഇതുപോലെ സെക്കൻഡറി ആൽക്കഹോൾ എടുക്കാം, OH അറ്റാച്ച് ചെയ്ത കാർബൺ സെക്കൻഡറി ആണ്. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കീറ്റോണ കിട്ടുക. ഒന്നുകിൽ നേരിട്ട് കീറ്റോൺ എഴുതിയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കാമെന്ന് മനസ്സിലാക്കിയാൽ മതി. ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ ഒന്ന് ഹൈഡ്രജൻ പോവും, ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഒന്ന് ഹൈഡ്രജൻ പോവും, റിമൂവൽ ഓഫ് ഹൈഡ്രജനാ. അങ്ങനെ ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇയാളുടെ ബോണ്ടുകൾ ഫ്രീ ആവും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. അങ്ങനെയാണ് ഇത് കീറ്റോൺ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് കീറ്റോൺ ആക്കി എഴുതിയാലും മതി, എങ്ങനെ പഠിച്ചാലും പിന്നെ പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്താണോ എളുപ്പം ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കീറ്റോൺ ആ കിട്ടുക അല്ലെ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കീറ്റോണും. ഇനി ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ആൽക്കനിനെ ഓക്സിഡൈസ് ചെയ്താൽ അതേ ഓക്സിഡൈസിങ് ഏജന്റ് ആവില്ല ആൽക്കഹോളിന്റെ കേസിൽ ഉണ്ടാവുക. ഓക്കെ, ഓരോ കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് പല ആളുകളായിരിക്കും. അപ്പോൾ ആൽക്കൈൻ്റെ ഓക്സിഡേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരൊക്കെ യൂസ് ചെയ്യുന്നത്? ആൽക്കഹോളിന് ഓക്സിഡൈസ് ചെയ്യുന്ന എല്ലാ ഓക്സിഡൈസിങ് ഏജന്റും ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഓക്സിഡൈസിങ് ഏജന്റുകൾ, ആൽക്കഹോളിന് ഓക്സിഡൈസ് ചെയ്യുന്ന ഈ ഓക്സിഡൈസിങ് ഏജന്റുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില ഓക്സിഡൈസിങ് ഏജന്റ് പൊതുവെ വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് എന്നൊക്കെ പറയാം. ചില ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്. ആരൊക്കെ വീക്ക് എന്ന് പറയും? ഒന്ന് PCC ആണ്, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അല്ലെങ്കിൽ CrO3 അൺഹൈഡ്രസ് മീഡിയം, അതിനൊരു എക്സാമ്പിൾ ആണ് CrO3 പിരിഡിനും. അപ്പോൾ ഇവർ രണ്ടുപേരാണ് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്. സ്ട്രോങ് ആരൊക്കെയെന്ന് അറിയാം? ഒന്ന് KMnO4 ആണ്, പിന്നെ K2Cr2O7 ഇൻ അസിഡിക് മീഡിയം. KMnO4 ആണെങ്കിൽ ഏത് മീഡിയം യൂസ് ചെയ്യാം, അസിഡിക്കോ ബേസിക്കോ ന്യൂട്രൽ മീഡിയോ പറ്റും. K2Cr2O7 ആണെങ്കിൽ അസിഡിക് മീഡിയം. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ക്രോമിക് ആസിഡ്, H2CrO4 എന്ന് കാണാം. ശരിക്കും ഈ ആസിഡും K2Cr2O7 ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ ക്രോമിക് ആസിഡ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയും തരാം ഇങ്ങനെയും തരാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ജോൺസ് റിയേജന്റ്, CrO3 സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ സ്ട്രോങ്ങും വീക്കും വരുമ്പോഴുള്ള വ്യത്യാസം എന്താ നമ്മൾ മനസ്സിലാക്കണം. ഇവരെല്ലാം ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളുകളാണ്, എല്ലാവരും ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ വീക്ക് കൊടുക്കുമ്പോഴും സ്ട്രോങ് കൊടുക്കുമ്പോഴും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം നോക്കാം. ഞാനൊരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുകയാണ്. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യാൻ പോവുക. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് അല്ലേ കിട്ടുക. ഞാനൊരു പ്രൈമറി ആൽക്കഹോളിലേക്ക് ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചോ. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് മാറും, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മളൊരു പ്രൈമറി ആൽക്കഹോളിലേക്ക് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുകയാണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആയിട്ട് മാറുമെങ്കിലും ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഈ ഉണ്ടാവുന്ന ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രോങ് ആണെങ്കിൽ ആൽഡിഹൈഡ് നിൽക്കില്ല, ആ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. അപ്പോൾ വീക്ക് ആണെങ്കിൽ ആൽഡിഹൈഡ് നിൽക്കും, സ്ട്രോങ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് വരെ എത്തും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡറി ആൽക്കഹോളിന്റെ കേസിലാണ്. സെക്കൻഡറി ആൽക്കഹോളിലേക്ക് ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കാം. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആയിട്ട് മാറും. വീക്ക് ആയതുകൊണ്ട് എന്തായാലും ഫർദർ ഓക്സിഡേഷൻ ഒന്നും നടക്കില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡറി ആൽക്കഹോളിലേക്ക് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുത്താൽ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആയിട്ട് മാറും. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന കീറ്റോൺ വീണ്ടും ഓക്സിഡൈസ് ചെയ്യൂല. കീറ്റോന്റെ കേസിൽ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിന്റെ കേസിൽ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആണെങ്കിൽ അത് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആവും. സെക്കൻഡറിയുടെ കേസിൽ സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും കീറ്റോൺ നിൽക്കും. അതിന്റെ കാരണം ഈ കീറ്റോൺ ഉണ്ടല്ലോ, ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട് വിചാരിച്ചിട്ട് കീറ്റോൺ ഫർദർ ഓക്സിഡൈസ് ചെയ്യൂല. നമ്മൾ കീറ്റോൺസിൽ പഠിക്കുന്നുണ്ട് കീറ്റോന്റെ ഓക്സിഡേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. കീറ്റോൺ നോർമൽ കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യാറില്ല. ഹൈ ടെമ്പറേച്ചറും പ്രഷറും വിഗറസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യാറുള്ളൂ. നോർമൽ ടെമ്പറേച്ചറിൽ കീറ്റോൺ എത്ര നല്ല ഓക്സിഡൈസിങ്
ഏജന്റ് ഉണ്ടായിട്ടും കാര്യമില്ല, കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും എവിടെ നിൽക്കും, കീറ്റോണുമ്പോൾ നിൽക്കും. കാരണം കീറ്റോണ് ഫർദർ ഓക്സിഡൈസ് ചെയ്യാൻ സ്ട്രോങ് വിചാരിച്ചിട്ട് കാര്യമില്ല, ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ, അത് നടക്കുള്ളൂ. ഓക്കെ, എന്നാൽ ആൽഡിഹൈഡ് അങ്ങനെയല്ല. ആൽഡിഹൈഡിന് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് കിട്ടിയാൽ ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആവും. അപ്പോൾ നോക്കാം, ഞാൻ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആരൊക്കെ വീക്ക് ആരൊക്കെ സ്ട്രോങ് എന്നൊന്ന് മനസ്സിലാക്കണം, പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു പ്രൈമറി ആൽക്കോൾ തന്നിട്ടുണ്ട്. പ്രൈമറി ആൽക്കോളിലേക്ക് നമുക്ക് PCC കൊടുക്കാം. വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ, പ്രൈമറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടുക അല്ലേ. വീക്ക് ആയതുകൊണ്ട് ഫർദർ ഓക്സിഡേഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ 3 കാർബൺ ആൽക്കോൾ ആയതുകൊണ്ട് 3 കാർബൺ ആൽഡിഹൈഡ് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഓക്സിഡേഷൻ നടക്കാന്ന് ഞാൻ പറഞ്ഞു. ഓക്സിജൻ വന്നു, ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വന്നു, ഹൈഡ്രജൻ പോകും. ഇനി KMnO4 സ്ട്രോങ് ആ. പ്രൈമറി ആൽക്കോൾ ആദ്യം ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആവും. പക്ഷേ KMnO4 സ്ട്രോങ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ എന്തായിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും, CHCOH ആയിട്ട് മാറും. റെഡി അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡറി ആൽക്കോളിലേക്ക് PCC കൊടുക്കാം. സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്ത കീറ്റോൺ ഉണ്ടാവുക അല്ലെ. ഓക്സിജൻ വന്നു, ഹൈഡ്രജൻ പോകും, ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വന്നു, ഹൈഡ്രജൻ പോകും. അല്ലെങ്കിൽ ആ ഭാഗം കീറ്റോൺ ആക്കിയിട്ട് എഴുതിയാൽ മതി. സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്ത കീറ്റോൺ ആക്കിട്ടാ. ഇനി സ്ട്രോങ് കൊടുത്താലോ, സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആവും. വീണ്ടും ഓക്സിഡേഷൻ നടക്കൂല. കാരണം കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യാൻ സ്ട്രോങ് വിചാരിച്ചിട്ട് കാര്യമില്ല, ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ഒക്കെ കീറ്റോണുമ്പോൾ നിൽക്കും. ഇനി ഹൈ ടെമ്പറേച്ചർ ഒക്കെ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ കീറ്റോൺ ഓക്സിഡേഷൻ നടത്തിയാൽ മതി. കീറ്റോൺ എങ്ങനെ ഓക്സിഡേഷൻ നടക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. റെഡി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതാ, ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കാം, ഒരു സെക്കൻഡറി ആൽക്കോൾ ഉണ്ട്, ഒരു പ്രൈമറി ആൽക്കോൾ ഉണ്ട്. ഇത് സെക്കൻഡറിയാ, OH അറ്റാച്ച് ചെയ്ത കാർബൺ 2 ഡിഗ്രിയാ. ഇത് പ്രൈമറിയാണ്. ഒരു ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കാണ്, K2Cr2O7 സ്ട്രോങ് ആസിഡാ അല്ലെ, സോറി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റാ. അപ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുത്താൽ സെക്കൻഡറി ആൽക്കോൾ ആദ്യം ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആവും. സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ട് കീറ്റോൺ ഫർദർ ഓക്സിഡൈസ് ചെയ്യില്ല അല്ലേ. ഇത് കീറ്റോൺ ആവും. എങ്ങനെ? ഇവിടുന്ന് ഹൈഡ്രജൻ പോവും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകും. റിമൂവൽ ഓഫ് ഹൈഡ്രജനാ, അല്ലെങ്കിൽ ആ ഭാഗം കീറ്റോൺ ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ട് കീറ്റോൺ എന്തായാലും ഫർദർ ഓക്സിഡൈസ് ചെയ്യാൻ പോകുന്നില്ല. ഇത് പ്രൈമറി ആൽക്കോളാ. പ്രൈമറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആദ്യ ഭാഗം ആൽഡിഹൈഡ് ആവും, CH ആവും. സ്ട്രോങ് ആയതുകൊണ്ട് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. കാർബണിന്റെ എണ്ണം കൂട്ടും കുറക്കും ചെയ്യരുത്, അതേ നമ്പർ ഓഫ് കാർബൺ ആസിഡ് എഴുതിയാൽ മതി. റെഡി അല്ലേ? ഇതോടെ ആൽക്കോളിന്റെ ഓക്സിഡേഷനും കംപ്ലീറ്റ് ആയി. റെഡി. ഇനി നമുക്ക് ഒരാളുടെ ഓക്സിഡേഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. ആരതാ? ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ ഓക്സിഡേഷൻ നോക്കാം. ഓക്കെ, നമ്മുടെ സീരീസ് പ്രകാരം ആൽഡിഹൈഡും കീറ്റോണും ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക അല്ലേ. പക്ഷേ ഞാൻ ആൾറെഡി പറഞ്ഞു, ആൽഡിഹൈഡിന്റെ ഓക്സിഡേഷൻ വളരെ ഈസിയാണ്. നോർമൽ കണ്ടീഷനിൽ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യും. നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടായാൽ മതി. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആവും. പക്ഷേ കീറ്റോണ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് മാത്രം ഉണ്ടായിട്ട് കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യില്ല. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വേണം, അതിന് പുറമെ ഹൈ ടെമ്പറേച്ചറും വേണം. വിഗറസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. ആൽഡിഹൈഡ് അങ്ങനെയല്ല. ആൽഡിഹൈഡ് വളരെ ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറയാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താലും കീറ്റോൺ ഓക്സിഡൈസ് ചെയ്താലും കാർബോക്സിലിക് ആസിഡ് കിട്ടുക. പക്ഷേ ആൽഡിഹൈഡിന്റെ ഓക്സിഡേഷൻ വളരെ ഈസിയാണ്. ആൽഡിഹൈഡ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക അല്ലേ. CH എന്തായിട്ട് മാറും, COH ആയിട്ട് മാറും. ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് അതിന് യൂസ് ചെയ്യാം? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എല്ലാം കൊടുക്കാം. PCC കൊടുക്കരുത്. PCC കൊടുത്താൽ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടക്കില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രൈമറി ആൽക്കോൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡ് ആവേണ്ടതല്ല. PCC കൊടുത്തപ്പോൾ ആൽഡിഹൈഡ് നിന്നല്ലോ, കാരണം PCCക്ക് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൽഡിഹൈഡിന് ആരൊക്കെ ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകളെല്ലാം യൂസ് ചെയ്യാം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകൾ യൂസ് ചെയ്യാം. ആരൊക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്? നേരത്തെ പറഞ്ഞ KMnO4 യൂസ് ചെയ്യാം. അതുപോലെ K2Cr2O7 അഥവാ അല്ലെങ്കിൽ H2CO4 അല്ലെ, ക്രോമിക് ആസിഡ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ജോൺസ് റിയേജന്റ് യൂസ് ചെയ്യാം. ഇവരെല്ലാം ഇങ്ങനത്തെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ ചില വീക്കായിട്ടുള്ള, ചില മൈൽഡ് എന്ന് പറഞ്ഞാൽ വീക്ക്, ചില വീക്കായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റും ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാറുണ്ട്. ചില വീക്ക് ഉണ്ട്, എല്ലാ വീക്കും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ PCC ഒന്നും ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യില്ല. ചില വീക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ചില വീക്കായുള്ള ആളുകൾ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാറുണ്ട്. ആരൊക്കെയാണ് ആ ചില വീക്ക് അല്ലെങ്കിൽ ആ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുക? വീക്ക് അല്ലെങ്കിൽ മൈൽഡ് ചില വീക്കായുള്ള ആളുകൾ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ടോളൻസ് റിയേജന്റാ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ടോളൻസ് റിയേജന്റ്. അതുപോലെ നമ്മുടെ ഫെലിങ്സ് റിയേജന്റാ. ഇവർ ആക്ച്വലി മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റുകളാണ്. ഓക്കെ, പക്ഷെ ഇവർ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീക്കും ഇല്ല, ഇവർ മാത്രം. PCC ഒന്നും ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യില്ല ഈ വീക്ക്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആൽഡിഹൈഡിനെ ആരൊക്കെ ഓക്സിഡൈസ് ചെയ്യുക? എല്ലാ സ്ട്രോങ് ഓക്സിഡൈസ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സ്ട്രോങ് ഓക്സിഡൈസ് ചെയ്യും. അതുപോലെ അതിന് പുറമെ ഈ ടോളൻസ് പോലത്തെ ഫെലിൻസ് പോലത്തെ വീക്ക് ആയിട്ടുള്ള ആളുകളും ഓക്സിഡൈസ് ചെയ്യും. ആൽഡിഹൈഡിന്റെ ഓക്സിഡേഷൻ വളരെ ഈസിയാണ്. ജസ്റ്റ് CH1 എന്താക്കിയാൽ മതി, COH ആക്കിയാൽ മതി. റെഡി അല്ലേ? അപ്പോൾ ആൽഡിഹൈഡ് ഓക്സിഡേഷൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് കീറ്റോൺ ഓക്സിഡേഷനിലേക്ക് വരാം. ഞങ്ങളോട് പറഞ്ഞു കീറ്റോൺ ഓക്സിഡേഷൻ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ്
ഓക്സിഡൈസിങ് ഏജന്റ് കൊടുത്താൽ പോലും ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വീക്കായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ ഒരിക്കലും കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യില്ല. സ്ട്രോങ് തന്നെ കൊടുത്ത ഓക്സിഡേഷൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ പിന്നെ വീക്കിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ വീക്ക് കൊടുത്ത എന്തായാലും കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യില്ല. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് വേണം? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വേണം. അതിന് പുറമെ നല്ല ഹൈ ടെമ്പറേച്ചറും പ്രഷറും വേണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനൊരു കീറ്റോൺ എടുത്തു. എങ്ങനെയാണ് കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനൊരു കീറ്റോൺ എടുക്കാം. അവിടെ ഈ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ, കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതെങ്കിലും കൊടുക്കാം. അത് മാത്രം പോരാ, എന്തും വേണം? ഹൈ ടെമ്പറേച്ചർ മസ്റ്റ് ആണ്. എന്നാലേ കീറ്റോൺ, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. ഈ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നേരെ എന്തായാലും കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക സീരീസ് പ്രകാരം. പക്ഷെ നേരെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറില്ല. എങ്ങനെ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ കാർബോണിൽ കാർബൺ ഉണ്ടല്ലോ, ഈ കാർബോണിൽ കാർബൺ അതായത് CO ഗ്രൂപ്പിലെ കാർബൺ ഈ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ കാർബോണിൽ കാർബൺ ഉള്ള CC ബോണ്ട് പൊട്ടും. ഈ കാർബോണിൽ കാർബൺ ഉള്ള ഏതെങ്കിലും ഒരു CC ബോണ്ട് പൊട്ടിക്കുക. ഒന്നെങ്കിൽ ഇവിടെ പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പൊട്ടിക്കാം. അപ്പോൾ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോണിൽ കാർബൺ ഉള്ള ഏതെങ്കിലും ഒരു CC ബോണ്ടാണ് പൊട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ പൊട്ടാം, അല്ലെങ്കിൽ ഇവിടെ പൊട്ടാം. ഈ കേസിൽ നിങ്ങൾ ഇവിടെ പൊട്ടിക്കുന്നതും ഇവിടെ പൊട്ടിക്കുന്നതും ഒരേപോലെ, കാരണം അപ്പുറം സെയിമാ. ഞാൻ അല്ലെങ്കിൽ രണ്ട് ചാൻസ് ആയിട്ട് എടുക്കണം, ഇവിടെയും പൊട്ടിച്ചുകൊണ്ടും അവിടെയും പൊട്ടിച്ചുകൊണ്ടും ഒക്കെ. പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ കാർബോണിൽ കാർബൺ ഉള്ള ഏതെങ്കിലും ഒരു CC ബോണ്ട് പൊട്ടിക്കുക. ഇതൊന്നും പൊട്ടിക്കരുത്, കാർബോണിൽ കാർബൺ CO ഗ്രൂപ്പിലെ കാർബൺ, കാർബോണിൽ കാർബൺ ഉള്ള CC ബോണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഈ കേസിൽ നിങ്ങൾ ഇവിടെ പൊട്ടിച്ചാലും ഒരുപോലെ, കാരണം അപ്പുറം സെയിമാ, സിമെട്രിക്കൽ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഈ കാർബോണിൽ കാർബൺ ഉള്ള CC ബോണ്ടാണ് പൊട്ടുക. അങ്ങനെ പൊട്ടിയാൽ ഈ കീറ്റോൺ രണ്ട് പാർട്ടുകളായിട്ട് മാറും. ഒന്ന് 2 കാർബൺ ഒരു പീസായിട്ട് മാറും, 3 കാർബൺ ഒരു പീസായിട്ട് മാറും അല്ലേ. ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ 3 കാർബണും 2 കാർബണുള്ള 2 പീസുകളായിട്ട് മാറും. ഈ ഓരോ കഷ്ണങ്ങളും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. അപ്പോൾ ഈ 3 കാർബണുള്ള കഷ്ണം ഓക്സിഡൈസ് ചെയ്താൽ 3 കാർബൺ ആസിഡ് ആയിട്ട് മാറും. 3 കാർബൺ ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ്. ഓരോ കഷ്ണങ്ങളും ഓക്സിഡൈസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആവും. 2 കാർബണുള്ള കഷ്ണം ഓക്സിഡൈസ് ചെയ്താൽ 2 കാർബൺ ആസിഡ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് എത്തനോയിക് ആസിഡ്. സെറ്റാണ്. അപ്പോൾ 3 കാർബൺ കഷ്ണം ഓക്സിഡൈസ് ചെയ്താൽ പ്രൊപ്പനോയിക് ആസിഡ്, 2 കാർബൺ കഷ്ണം ഓക്സിഡൈസ് ചെയ്താൽ എത്തനോയിക് ആസിഡ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. വേറൊരു കീറ്റോൺ എടുക്കാം. നോക്കിക്കോ, ഇതാ മറ്റൊരു കീറ്റോൺ CH3 CH2. നമുക്ക് കുറച്ചുകൂടി വലിയൊരു കീറ്റോൺ എടുക്കാം അല്ലേ. അപ്പുറമൊക്കെ വ്യത്യാസമുള്ള ഒരു കീറ്റോൺ എടുക്കാം. ഇതാ മറ്റൊരു കീറ്റോൺ എടുത്തു. ഓക്കെ, ഇതിലേക്ക് ഞാൻ അതുപോലെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതെങ്കിലും കൊടുക്കാം. അതുപോലെ എന്തും വേണം? ഹൈ ടെമ്പറേച്ചറും വേണം അല്ലേ. എന്നാലല്ലേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചർ. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കാർബോണിൽ കാർബൺ നോക്കണം. CO ഗ്രൂപ്പിലെ കാർബൺ, ഇതാണ് കാർബോണിൽ കാർബൺ. ഇതുമുള്ള ഏതെങ്കിലും ഒരു CC ബോണ്ടാ പൊട്ടാം. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ പൊട്ടാം ഇല്ല. ഈ കാർബോണിൽ കാർബൺ ഉള്ള CC ബോണ്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഇവിടെ പൊട്ടിക്കുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് 2 ചാൻസസ് ആയിട്ട് എടുക്കണം. ഒന്നെങ്കിൽ ഇവിടെ പൊട്ടാം, അല്ലെങ്കിൽ ഇവിടെ പൊട്ടാം. അങ്ങനെ രണ്ടിടത്തും ഒരേ സമയം പൊട്ടൂല കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, 2 പ്രോബബിലിറ്റീസ് ആണ്. ഇവിടെ പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 3 കാർബണും 4 കാർബണുള്ള 2 കഷ്ണങ്ങളാണ് കിട്ടുക അല്ലെ. ഇവിടെ പൊട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് 3 കാർബൺ ആസിഡും കിട്ടും, 4 കാർബൺ ആസിഡും കിട്ടും. ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെയ്താൽ 3 കാർബൺ ആസിഡും കിട്ടും, 4 കാർബൺ ആസിഡും കിട്ടും. പ്രൊപ്പനോയിക് ആസിഡും ബ്യൂട്ടനോയിക് ആസിഡും കിട്ടും. ഇനി ഇവിടെ തന്നെ പൊട്ടണം എന്ന് നിർബന്ധമില്ല അല്ലെ. 2 ചാൻസസ് ഉണ്ട്, 2 പ്രോബബിലിറ്റീസ് ആട്ടോ. അതായത് ചില മോളിക്യൂൾസിൽ ഇവിടെ പൊട്ടുക, ചില മോളിക്യൂൾസിൽ ഇവിടെ പൊട്ടുക. നേരത്തെ നിങ്ങൾ എവിടെ പൊട്ടിച്ചാലും സെയിം ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 ചാൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കാർബണിൽ കാർബണുള്ള CC ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പൊട്ടാം. ഇവിടെ പൊട്ടുകയാണെങ്കിൽ 2 കാർബണും 5 കാർബൺ, 2 ചാൻസസ് ആവും. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കേട്ടോ. ഇവിടെ പൊട്ടുകയാണെങ്കിൽ 2 കാർബണും 5 കാർബണുള്ള കഷ്ണങ്ങളായിട്ട് മാറാം. അപ്പോൾ ആ 2 കാർബൺ ആസിഡും കിട്ടും, 5 കാർബൺ ആസിഡും കിട്ടും. അപ്പോൾ ഇത്രയും ആസിഡ്സുകളാണ് ഇയാളുടെ കേസിൽ ഫോം ചെയ്യുക. ഇത്രയും ആസിഡ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ടാവും, ബ്യൂട്ടനോയിക് ആസിഡ് ഉണ്ടാവും, എത്തനോയിക് ആസിഡ് ഉണ്ടാവും, പെന്റനോയിക് ആസിഡ് ഉണ്ട്. ഇത്രയും ആസിഡ്സ് ഉണ്ടാവും. അതായത് ചില മോളിക്യൂൾസിൽ ഇവിടെ പൊട്ടുക, ഇയാൾ തന്നെ വേറെ ചില മോളിക്യൂൾസിൽ ഇവിടെ പൊട്ടുക. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കീറ്റോൺ ഓക്സിഡേഷൻ എഴുതാം. റെഡി ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി എല്ലാവരുടെയും ഓക്സിഡേഷൻസ്, നമ്മുടെ സീരീസിലുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ആൽക്കൈൻ ഓക്സിഡേഷൻ പഠിച്ചു, ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ പഠിച്ചു, ആൽഡിഹൈഡിൻ്റെ കീറ്റോണിൻ്റെ ഓക്സിഡേഷൻ പഠിച്ചു. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട 2 കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻസ് ഉള്ളൂ. അതോടുകൂടി എല്ലാ ഓക്സിഡേഷൻസ് കംപ്ലീറ്റ് ആയി. നോക്കി, അതൊന്ന് ആൽക്കീൻ്റെ ഓക്സിഡേഷനാണ്. ഓക്കെ, നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നുണ്ട്, ആൽക്കീൻ്റെ ഓക്സിഡേഷൻ പഠിക്കുന്നുണ്ട്. വളരെ സിമ്പിളാന്ന് നോക്കിക്കോ. ഞാനൊരു ആൽക്കീൻ എടുക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം കേട്ടോ. ആൽക്കീൻ്റെ എങ്ങനെയാണ് ഓക്സിഡൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനൊരു ആൽക്കീൻ ഇവിടെ എടുക്കാം. ഇതൊരു ആൽക്കീനാണ്. ഈ ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുക. KMnO4 കൊടുക്കാം, അല്ലെങ്കിൽ K2Cr2O7 കൊടുക്കാം. അസിഡിക് മീഡിയം വേണം കേട്ടോ. അസിഡിക് മീഡിയത്തിൽ കൊടുക്കണം. KMnO4 K2Cr2O7 അങ്ങനത്തെ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുക. ഓക്കെ, K2Cr2O7 തന്നെയാണ് ക്രോമിക് ആസിഡ്, അത് കൊടുത്താലും മതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുക. എങ്ങനെ ആൽക്കീൻ ഓക്സിഡൈസ് ചെയ്യാൻ അറിയോ? ഈ ആൽക്കീൻ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടും. പൈ ബോണ്ട് മാത്രമല്ല, ആ ഡബിൾ ബോണ്ട് മൊത്തം പൊട്ടും.
ഡബിൾ ബോണ്ട് മൊത്തം പൊട്ടും. അപ്പോൾ ഇയാൾക്ക് 2 കഷ്ണങ്ങളായിട്ട് മാറും. ഇയാൾക്കും ഒരു ഓക്സിജനെ കിട്ടും, ഇയാൾക്കും ഒരു ഓക്സിജനെ കിട്ടും. പരിപാടി ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജനാ. അപ്പോൾ ഡബിൾ ബോണ്ട് മൊത്തം ബ്രേക്ക് ആവും, അപ്പുറം ഓക്സിജൻസ് വരും. അപ്പോൾ ഈ ഭാഗം എന്താവും നോക്കിയേ, CH3 COCH3 നോക്കിയേ, C ഡബിൾ ബോണ്ട് O CH3 എന്ന് വെച്ചാൽ അത് കീറ്റോൺ ആയി. നോക്കിയേ CH3 C ഡബിൾ ബോണ്ട് O CH3 ഒരു ഭാഗം കീറ്റോൺ ആയി. പ്ലസ് മറ്റേ ഭാഗം നോക്കി CH3 CHO ഈ ഭാഗം ആൽഡിഹൈഡായി, CH3 CHO ആൽഡിഹൈഡായി. ഇനി റിയാക്ഷൻ ഇവിടെ നിന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എടാ ഇവിടെ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് ഈ ഉണ്ടായി വരുന്ന ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. നമുക്കറിയാം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടെങ്കിൽ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഇയാളുടെ പ്രസൻസിൽ ഇയാൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇയാളുടെ പ്രസൻസിൽ ഉണ്ടാവുന്ന ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. ആൽഡിഹൈഡ് ആയതുകൊണ്ട് ഫർദർ ഓക്സിഡേഷൻ നടക്കും. ഈ ബ്രാക്കറ്റിൽ ഓക്സിജൻ ഓക്സിഡേഷൻ നടക്കും അർത്ഥം. അപ്പോൾ ഉണ്ടായി വരുന്ന ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. CH ഓക്സിഡൈസ് ചെയ്താൽ COH ആയിട്ട് മാറും. അല്ല കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യോ? ഇല്ല. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ മസ്റ്റ് അല്ലേ, വിഗറസ് കണ്ടീഷൻ പറഞ്ഞാൽ മാത്രമല്ലേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ഫൈനൽ പ്രൊഡക്ട്സ്. അപ്പോൾ അസെറ്റോണും കിട്ടും, അസെറ്റിക് ആസിഡും കിട്ടും. റെഡി അല്ലേ? ഓക്കെ. ഇനി നമ്മളിപ്പോൾ ആൽക്കോളിൻ്റെ ഓക്സിഡേഷനും ആൽഡിഹൈഡ് കുറേ കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ പഠിച്ചല്ലോ. ചിലപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോമ്പൗണ്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. NCERT അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നോക്കി, ഇത് NCERT ഒരു ക്വസ്റ്റ്യനാണ്. നോക്കി, നമ്മളൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിലൊരു ആൽക്കഹോളും ഉണ്ട്, ഒരു ആൽക്കീനും ഉണ്ട്. നോക്കി, രണ്ടും കൂടെ ചേർന്നതാ. ഇതിലേക്ക് നമ്മളൊരു K2Cr2O7 കൊടുക്കുകയാണ് അസിഡിക് മീഡിയത്തിൽ. നമുക്ക് നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ആൽക്കീൻ ഉണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ നിങ്ങളൊന്ന് നോക്കി, ആദ്യം ആൽക്കഹോളിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നമ്മളൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആവും. സ്ട്രോങ് ആയതുകൊണ്ട് ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആവും അല്ലേ. അപ്പോൾ ആൽക്കഹോളിന്റെ ഭാഗത്തിന് എന്ത് സംഭവിക്കും നമുക്കറിയാം. ആദ്യം അയാൾ ആൽഡിഹൈഡ് ആവും, വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് അത് COH ആവും. അപ്പോൾ ഈ ഭാഗം എന്തായാലും COH ആവും. ആൾസോ ഡബിൾ ബോണ്ടിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവ് K2Cr2O7 ഉണ്ട്. ആരൊക്കെ ഡബിൾ ബോണ്ട് ഓക്സിഡൈസ് ചെയ്യുക? KMnO4 K2Cr2O7 ഇവരാണ് ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്യാറ് കേട്ടോ. KMnO4 K2Cr2O7 നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, KMnO4 K2Cr2O7 ആണ് കാർബൺ ഡബിൾ ബോണ്ട് ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്യാറ്. അപ്പോൾ നോക്കിയപ്പോൾ K2Cr2O7 ആ. അപ്പോൾ ഇയാൾ ആരെയും ഓക്സിഡൈസ് ചെയ്യും, ആൽക്കീനിനെയും ഓക്സിഡൈസ് ചെയ്യും. എങ്ങനെയാണ് ആൽക്കീൻ ഓക്സിഡൈസ് ചെയ്യുക? നമ്മളിപ്പോൾ പഠിച്ചല്ലോ, ഡബിൾ ബോണ്ട് പൊട്ടും, അപ്പുറം ഇപ്പുറം എന്ത് വരും? ഓക്സിജൻ വരും. അപ്പോൾ ഇയാളെ ഓക്സിഡൈസ് ചെയ്യും, ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുക? ഈ ഭാഗം ഇവിടെ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടോ, അപ്പുറം ഓക്സിജൻ വരും. ഈ ഭാഗം എന്താവും? CH3 CHO. ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. ആദ്യം CH3 CHO, ഈ ഭാഗം CHO. റെഡി അല്ലേ? ഓക്കെ. പക്ഷേ CHO വീണ്ടും ഓക്സിഡൈസ് ചെയ്യില്ല, കാരണം ഇവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റാ. അപ്പോൾ ഇത് CHO ആയിട്ട് മാറാം, ഈ ഭാഗം CHO. പക്ഷെ ആൽഡിഹൈഡാ, ഇയാളുടെ പ്രസൻസിൽ വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഈ CHO വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ അതെന്താവും? COOH ആവും. റെഡി അല്ലേ? ഇനി ഇത് രണ്ടാമത്തെ കഷ്ണമാണ്. ഇത് CHO നോക്കാം, ആൽഡിഹൈഡാ. CHO വീണ്ടും ഓക്സിഡൈസ് ചെയ്യും, സ്ട്രോങ് ആയതുകൊണ്ട് CHO വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആവും. ഈ ഭാഗം ആൾറെഡി COH ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി എന്താ കിട്ടുക? CHO ഉണ്ടാവും, ആ CHO വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആവും. മറ്റേ ഭാഗം ആൾറെഡി COH ആയിട്ടുണ്ട്. അപ്പോൾ COH ഓക്സാലിക് ആസിഡ് ആണ്, അത് H2C2O4 ആണ്. റെഡി അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ. അപ്പം ഇങ്ങനെ 2 ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ കണക്ട് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഒരു ഓക്സിഡേഷൻ കൂടി പഠിച്ചാൽ നമ്മുടെ ഓർഗാനിക്കൽ ഓക്സിഡേഷൻസ് എല്ലാമായി. ഇത് നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിലാണ് NCERT പറയുന്നത്. ആൽക്കിൽ ബെൻസീൻ്റെ ഓക്സിഡേഷൻ, ബെൻസീൻ റിങ്ങുമേ ആൽക്കിൽ ഗ്രൂപ്പ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വളരെ സിമ്പിളാണ്. നമ്മൾ ആൽക്കിൽ ബെൻസീൻ എടുക്കുക, മീതൽ ബെൻസീൻ, ഈതൽ ബെൻസീൻ ഒക്കെ എടുക്കുക. എന്നിട്ട് KMnO4 K2Cr2O7 അങ്ങനത്തെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുക. അല്ലെങ്കിൽ ക്രോമിക് ആസിഡ്, ഇവർ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ക്രോമിക് ആസിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ആസിഡും K2Cr2O7 അതിനെയാണ് H2CrO4 ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുമ്പോൾ ഇവിടെ ബെൻസീനിങ്ങിനൊന്നും സംഭവിക്കില്ല. ഈ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഓക്സിഡൈസ് ചെയ്യുക. ആ ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്ത് ഒരാൾക്ക് മാക്സിമം, ഇതൊരു ആൽക്കൈൻ, അങ്ങനെ ആലോചിച്ചാൽ ഇതൊരു ആൽക്കൈൻ അല്ലേ, ഒരു ആൽക്കൈൻ ഓക്സിഡൈസ് ചെയ്താൽ മാക്സിമം ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് അല്ലേ ആയിട്ട് മാറാം. ഇതൊരു ആൽക്കൈനാ, അയാൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആദ്യം ആൽക്കോൾ ആവും, വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് ആവും, വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. അപ്പോൾ ആ ബെൻസീനിങ്ങുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്ത് മാക്സിമം ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. റെഡി അല്ലേ? COH ആവും. ഇനി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ എക്സാമ്പിളാണ്. ഞാൻ അതിലേക്ക് ഇതുപോലെ KMnO4 അല്ലെങ്കിൽ K2Cr2O7 കൊടുക്കുകയാണ്. ബെൻസീനിങ്ങിനൊന്നും സംഭവിക്കില്ല, ഈ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഓക്സിഡൈസ് ചെയ്യുക. നേരത്തെ ഒരു കാർബണിലെ ചെയിൻ ആയതുകൊണ്ട് നമുക്ക് ഒരു കാർബൺ ആസിഡാണ് കിട്ടിയത്. ഇവിടെ ബെൻസീനിങ്ങുമേ 2 കാർബണിലെ ചെയിനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് 2 കാർബണിലെ ചെയിൻ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 2 കാർബൺ ആസിഡ് ആയിരിക്കും കിട്ടുക, എത്തനോയിക് ആസിഡ് ആയിരിക്കും റിങ്ങുമേ വരിക. അങ്ങനെയല്ല, സ്റ്റിൽ എൻ്റെ പ്രൊഡക്റ്റ് ബെൻസോയിക് ആസിഡാണ്. വേറെ എവിടെയും ഓക്സിഡേഷനിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. സാധാരണ ഒരാൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അതേ നമ്പർ ഓഫ് കാർബൺ പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് കിട്ടാറ്. ഇപ്പോൾ എത്തനോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എത്തനാൽ അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് അതാണ് കിട്ടുക. അല്ലെങ്കിൽ പ്രൊപ്പനോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പ്രൊപ്പനാൽ അല്ലെങ്കിൽ പ്രൊപ്പനാലിനെ ഓക്സിഡൈസ്
ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പ്രൊപ്പനോ അവിടെ കാർബണിന്റെ സാധാരണ ഒരാൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ കാർബണിന്റെ എണ്ണം കൂടും കുറയുന്നില്ല. കാരണം ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനിൽ ഓക്സിജനിലാണ് ചേഞ്ച് ഉണ്ടാവുക, കാർബണിന്റെ എണ്ണം കൂടും കുറയാറുമില്ല. പക്ഷേ ഈ ഓക്സിഡേഷനിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ NCERT പറയുന്നുണ്ട് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എത്ര വലിയ ചെയിൻ വന്നാലും എത്ര വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലും അത് ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആയിട്ട് മാറാം. ഇവിടെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും നോക്കിയാൽ പ്രൊപ്പൈലോ മീഥൈലോ ബ്യൂട്ടൈലോ എത്ര വലിയ ചെയിൻ വന്നാലും അത് COH ആയിട്ടാണ് മാറാം. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെയൊക്കെ ബോണ്ടൊക്കെ പൊട്ടിയിട്ടൊക്കെയാണ് ഈ ഓക്സിഡേഷൻ നടക്കുന്നത്. നമുക്ക് ആ മെക്കാനിസം പഠിക്കാനില്ല, NCERT മെക്കാനിസം അല്ല. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ഓക്സിഡേഷൻ നടക്കുമ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ പ്രൊഡക്റ്റാണ് കിട്ടാറ് എക്സെപ്റ്റ് ദിസ് വൺ. ഇവിടെ എത്ര വലിയ ചെയിൻ വന്നാലും അത് ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആയിട്ട് മാറാം. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഓൾവേസ് എന്തായിരിക്കും ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ബെൻസീൻ റിംഗുമേ വലിയൊരു ചെയിൻ വന്നിട്ടുണ്ട്, എത്ര വലിയ ചെയിൻ ആയിക്കോട്ടെ അത് ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറാം COH ആയിട്ട് മാറാം. സ്റ്റിൽ പ്രൊഡക്റ്റ് ബെൻസോയിക് ആസിഡാ. ഇത് മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നോക്കേ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ എത്ര വലിയ ചെയിൻ ആണെങ്കിലും നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഒരിക്കലും ടേർഷ്യറി ആവരുത്. ടേർഷ്യറി ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലെങ്ത് വിഷയമല്ല, എത്ര വലിയ ചെയിൻ വന്നാലും പ്രശ്നമല്ല. പക്ഷെ ആൽക്കൈൽ ഗ്രൂപ്പ് ടേർഷ്യറി ആവാൻ പാടില്ല. നമുക്ക് ഇത് ടേർട്ട് ബ്യൂട്ടൈല ആൽക്കൈൽ ഗ്രൂപ്പ്, ഈ കാർബൺ വേറെ 3 CH3 ഉണ്ട്. അപ്പോൾ ഇത് ടേർഷ്യറി ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യുന്നത്. ടേർഷ്യറി ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ റിയാക്ഷൻ ഡിഫിക്കൽട്ട്, ഈ ഓക്സിഡേഷൻ നടക്കൂല, ബെൻസോയിക് ആസിഡ് കിട്ടൂല. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലെങ്ത് എത്രയാണെങ്കിലും നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. പക്ഷെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താവരുത്, ടേർഷ്യറി ആവരുത്. അപ്പോൾ ഇതോടുകൂടി എല്ലാ ഓക്സിഡേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, സിമ്പിളായിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ റിഡക്ഷൻസും പഠിക്കാം. ഓക്കെ, സോ മോർ വീഡിയോസിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.